നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പ്രവാസ ലോകത്തു നിന്നും പുറത്തുവരുന്നത്. സൗദി അറേബ്യയിൽ വെച്ച് ജോലിക്കിടെ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി മരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. തൃശൂർ കൊടുങ്ങല്ലൂർ പെരിങ്ങനം ചോപ്പുളിയിൽ വീട്ടിൽ രാജഗോപാലാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ ദമാമിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അൽസലാമിൽ അലുമിനിയം കമ്പനിയിൽ ജീവനക്കാരനായിരുന്ന അദ്ദേഹത്തിന് രാവിലെ ജോലിക്കിടയിൽ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദമാമിൽ മെഡിക്കൽ കോംപ്ലക്സ് ആശുപത്രി മോർച്ചറിയിലുള്ള മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകും. ജയലക്ഷ്മിയാണ് ഭാര്യ. അഞ്ജലി ഏക മകളാണ്. നേരത്തെ സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയായ അബ്ഖായിക്കിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി മരിച്ചത് ഏറെ ഞെട്ടലോടെയാണ് പ്രവാസ ലോകം കേട്ടത്. നെയ്യാറ്റിൻകര സ്വദേശി കൃഷ്ണകുമാറാണ് അന്ന് മരിച്ചത്. വർഷങ്ങളോളമായി അബ്ഖായിക്കിലെ MSK കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം. ചൊവ്വാഴ്ച വൈകിട്ട് അബ്ഖൈക്ക് ഐൻദാരിൽ കൃഷ്ണകുമാർ ഓടിച്ചിരുന്ന കാർ പാർക്ക് ചെയ്ത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് വാഹനമിടിച്ചത്. ആദ്യം അബ്ഖൈക്ക് ആശുപത്രിയിലും തുടർന്ന് ദമാം സെൻട്രൽ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും പുലർച്ചെ 1:30 മരണം സംഭവിക്കുകയായിരുന്നു. അൽഖൈക്കിൽ നവോദയ സാംസ്കാരിക കുടുംബവേദിയുടെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. സൗദിയിൽ അബ്ഖൈക്കിലുണ്ടായ തുടർച്ചയായ വിദേശങ്ങളിലുണ്ടാകുന്ന മലയാളികളുടെ ഈ മരണങ്ങൾ പ്രവാസ ലോകത്തെയും അതുപോലെ തന്നെ സ്വന്തം നാടിനെയും ഏറെ ഞെട്ടിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.